പുരാതന സുമേറിയൻ ഗ്രന്ഥങ്ങളിൽ ഭൂമിയിലെത്തിയ ദേവന്മാരായ അന്നുന്നാക്കിയുടെ വാസസ്ഥലമായ നിബിരു എന്ന നിഗൂഢ ഗ്രഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഒരു വലിയ ഗ്രഹമായിട്ടാണ് അവർ നിബിരുവിനെ വിശേഷിപ്പിച്ചത്. സൂര്യനെ ഒരിക്കൽ ചുറ്റാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നു. ഈ പുരാതന രേഖകൾ അനുസരിച്ച് നിബിരു ഭൂമിയോട് അടുത്ത് കടന്നു പോകുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. വെള്ളപ്പൊക്കം, ഭൂകമ്പം, കൂട്ടവംശനാശം പോലും. ആധുനിക ശാസ്ത്രജ്ഞർ നിബിരുവിന്റെ അസ്തിത്വം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നാസ ഒരു വിദൂരമറിഞ്ഞിരിക്കുന്ന ഗ്രഹത്തിന്റെ സാധ്യതയെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ പ്ലാനറ്റ് യഥ എന്ന് വിളിക്കപ്പെടുന്നു. നിബിരു യഥാർത്ഥമായിരിക്കുമോ? നമ്മൾ ഇപ്പോൾ വീണ്ടും കണ്ടെത്താൻ തുടങ്ങിയ എന്തെങ്കിലും സുമേറിയക്കാർ വിവരിച്ചിട്ടുണ്ടോ? അനുനാക്കിയുടെ മാതൃലോകത്തിന്റെ നിഗൂഢത ശാസ്ത്രജ്ഞരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നിഗൂഢതയുടെ ലോകത്തേക്ക് പ്രവേശിക്കൂ. കൂടുതൽ അത്ഭുതകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. യാത്രയുടെ ഭാഗമാകൂ.